വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ വൈഫ് ഞാനും മാത്രമേ ഉള്ളൂ. കൂടപ്പിറപ്പ് ഒരു സഹോദരി ഉണ്ട്. അമ്മയച്ഛനും? അച്ഛൻ മരിച്ചു. അമ്മയുണ്ട്. അമ്മ എവിടെയാണ്? അമ്മ അവളുടെ കൂടെയാണ്, സഹോദരന്റെ. അമ്മതാ ഉങ്ങളെ നനച്ചിട്ട് ഇരിക്കണ പെണ്ണ്. അമ്മയാ? ആമാ. എന്താ അമ്മ പെണ്ണല്ലേ? ഒന്ന് പോട ചങ്ങായി, വെറുതെ വായിൽ തോന്നിയിരുന്നിരുന്നു പറയാതെ. ഞാൻ അന്ന് പറഞ്ഞ എന്താണ്, നിങ്ങളെ ഒരു പെണ്ണ് എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുന്നു എന്നല്ലേ പറഞ്ഞത്? ഒരു പെണ്ണ് ആലോചിച്ചുകൊണ്ടിരിക്കണ ഒന്ന് പിന്നെ അമ്മയാണെന്ന് പറഞ്ഞൂടെ? അമ്മയാണ്, അമ്മ പെണ്ണല്ലേ? ഞാൻ പറഞ്ഞതിൽ എന്താണ് തെറ്റ്? ഇപ്പൊ നോക്കിയപ്പോഴാണ് അത് അമ്മയാണെന്ന് മനസ്സിലായത്. മിണ്ടാണ്ടിരിക്കണോ? ആദ്യം പറഞ്ഞ അങ്ങനെയാണ്. ഇതൊക്കെ ചീത്തോറണ്ട പോണ് ചേട്ടനാ, സത്യം പറഞ്ഞല്ലേ നിങ്ങൾ എന്തിനാ ദേഷ്യപ്പെടുന്നത്? നീ ഒരു സത്യം പറയണ്ട, പോയവിടുന്ന്. നീ വല്ലാണ്ട് കളിച്ചു കഴിഞ്ഞാൽ അവിടെ ഇരിക്കലേ ചെയ്യട്ടാ. വേറെ ആൾക്കാർക്ക് ഓരോ മോഹം കൊടുത്തിട്ട് പിന്നെ ചെന്ന് നോക്കുമ്പോ ഇല്ലാന്നും പറഞ്ഞിട്ട് കൃതരം കാണിക്കാൻ നിൽക്കാണ്. പൊക്കാണ് കെട്ടിയവളുടെ വാക്കും കേട്ടിട്ട് അമ്മേനെ നോക്കാതിരുന്നിട്ട് എന്നെ കുറ്റം പറയും. ചേട്ടാ ചേട്ടാ കൈ നോക്കി ലക്ഷണം പറയാ. അത് പറയണ്ട. അതെ ഇപ്പൊ പോയ ആളില്ലേ, അയാളിപ്പോ കൈ നോക്കാൻ വന്നാണോ? കൈ നോക്കി കാര്യങ്ങൾ അറിഞ്ഞിട്ട് സന്തോഷത്തിട്ട് പോവാണ് ആള്. അതെ ഒരു മിനിറ്റ് ചേട്ടാ ഇവിടെ ഇരിക്കും. എന്താ അയാൾ ചോദിച്ചേ? അത് ഞാൻ ആൾക്കാരുടെ മുഖത്ത് നോക്കി ലക്ഷണം പറയും. ഞാൻ ഇന്നലെ അയാളുടെ മുഖത്ത് നോക്കി ഞാൻ ഒരു ലക്ഷണം പറഞ്ഞു. അത് അയാൾക്ക് ശരിയാണെന്ന് തോന്നിയപ്പോ സത്യം അറിയാൻ വേണ്ടി ഇന്ന് വന്നു. കള്ള സത്യ സാറേ ഇവിടെ ഇരിക്കും സാറേ, ഞാൻ കൈ നോക്കിയിട്ട് സത്യങ്ങൾ പറയാം. സാറിന് സത്യം പറയണ്ട സാറേ, ഞാൻ മുഖത്ത് നോക്കി ലക്ഷണം പറയും. വേണ്ട ഒന്നും പറയണ്ട. അല്ല സാറേ, സാറിന് 2 മാസത്തിനുള്ളില് ഭയങ്കരമായ ഒരു കഷ്ടകാലം വരാൻ പോകുന്നുണ്ട്. ഒരു വാഹന അപകടം വരാൻ പോകുന്നുണ്ട്. ചിലപ്പോ ജീവൻ തന്നെ പോകും. മുഖത്ത് ലക്ഷണം കാണുന്നുണ്ട്. വലിയ അപകടം പറ്റും. ശനിദോഷമാണ്, മരണം വരെ സംഭവിക്കും. നിങ്ങൾ ആരോടെ പറയണത് സാറേ? കണ്ടക ശനിയാണ്, ഇപ്പൊ കൊണ്ടേ പോകുള്ളൂ. ഞാൻ കാര്യമാണ് പറയണത്. 2 മാസം നിങ്ങൾക്ക് അറിയോ? ആരോടാ നിങ്ങൾ സംസാരിക്കണം നിങ്ങൾക്ക് അറിയോ? അല്ല, ഞാൻ പറഞ്ഞു എന്ന് മാത്രം, ശാസ്ത്രം പളക്കില്ല, അതാണ് പറഞ്ഞത്. ഓക്കെ ശരി, വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. നീ വണ്ടി എടുക്കടാ. നീ വണ്ടി എടുത്തിട്ട് നീ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് എത്താൻ നോക്ക്. അപ്പൊ ചേട്ടൻ വരുന്നില്ലേ? ഞാൻ വരാം. ഞാൻ വേറൊരു സാധനം എടുക്കാൻ പറഞ്ഞു. ഇയാൾ പറഞ്ഞപ്പോൾ ആ സാധനം ഞാൻ എടുത്തിട്ടില്ല. അപ്പൊ പൊതുയോഗം ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല എന്നെ വിളിച്ചത്? പൊതുയോഗം ഉണ്ട്. നീ പൊതുയോഗത്തിന് നീ ചെല്ല, എല്ലാവരും മുടക്കണ്ടല്ലോ. നീ മുമ്പ് ചെല്ലങ്ങട്, ഞാൻ എത്താം. ഞാൻ ആ സാധനം എടുക്കാൻ പറ്റില്ല എനിക്ക്. ശരിയെന്നാ, ഞാൻ മറന്നുപോയി. ഓക്കെ, നോക്കി പോട്ടാ. സൂക്ഷിപ്പോ. ചേട്ടാ ചേട്ടാ 50 രൂപ മതി ചേട്ടാ. മുഖലക്ഷണമായാലും കൈരേഖാ ശാസ്ത്രമായാലും തെറ്റ് വരാത്. സത്യമാണ് പറയണത്. കണ്ടകശനി കൊണ്ടേ പോകുന്നു, മരണം വരെ സംഭവിക്കും. ചേട്ടാ ഒരു 50 രൂപ തന്നാ മതി ചേട്ടാ, ഞാൻ പറഞ്ഞു തരാം. മനുഷ്യനാണ് സത്യേട്ടാ. നിങ്ങൾ എന്തേ എന്നത് കാണുന്നെന്ന് 2 പ്ലാസ്റ്റിക്കിന്റെ പ്ലാസ്റ്റിക് വളപ്പിലിട്ട് കത്തിച്ചൂടാന്ന് ഞാൻ കൊറേ വിട്ട പറഞ്ഞിട്ട് എത്തിയേട്ടാ. ഇപ്പൊ നോക്കണ്ട, ഇപ്പൊ അതിനകത്തൊന്നുമില്ല. ഒരു 2 മിച്ചറിന്റെ കവറും പിന്നെ പേപ്പറാണ്. ഈ ചുരുട്ടി കടലത്തിലെ പേപ്പറാണ്. എന്റെ സത്യേട്ടാ, ഇതിന്റെ സൂക്കേട് വരും നമുക്കാന്ന്. എന്ത് സൂക്കട്? പ്ലാസ്റ്റിക് കത്തിച്ച സൂക്കേടാന്ന്. എടാ, പ്ലാസ്റ്റിക് കത്തിച്ച സൂക്കടാന്ന് നിന്നോട് ആരാ പറഞ്ഞത്? തലമണ്ടിൽ വിവരമില്ലവർക്ക് എല്ലാം അറിയുന്ന കാര്യമാണ്. നക്കിത്തിരി വിവരെല്ലാം കൂട്ടിക്കഴിഞ്ഞ് അല്ലാണ്ട് അല്ല എന്താ അതിന് സമാധാനം പറഞ്ഞു പറയാം. ഞാനൊരു പ്രായമുള്ളൊരു മനുഷ്യനാന്ന് പറഞ്ഞാൽ ഞാൻ മിണ്ടാണ്ടിരിക്കുന്നത്. ഞാൻ എന്റെ വളപ്പിലടി ഏക്കർ കണക്കിന് സ്ഥലമല്ലടാ എനിക്ക്. നിങ്ങൾ 2 കൽപ്പിച്ചിട്ട് തന്നെ പോരാ. ഏക്കർ 2 വർത്താനം പറയാണ്ട് എന്റെ വീട്ടിലിട്ട് കത്തിക്കുന്നതിന് അടക്കെന്താ? എന്താ കണക്ക് വേണ്ടി? എന്താണ് വേണ്ടി? ഒരു കാര്യം ഞാൻ പറയാം. വളപ്പിലിട്ടിട്ട് പ്ലാസ്റ്റിക് കത്തിച്ച നിനക്ക് എന്താണ് കുഴപ്പം? ഒരു കാര്യം മനസ്സിലാക്ക്. അതായത് സ്ഥലമില്ലാത്ത ആളുകൾക്ക് ഇത് കൂട്ടി വെച്ചിട്ട് അത് കത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആൾക്കാർ വന്ന് എടുത്തോണ്ട് പോണത്. അത് വേണ്ട. ഇഷ്ടം പോലെ സ്ഥലമുണ്ട്, ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്. ഇക്കേപ്പടെ വേണം കെട്ട് കത്തിക്കാം. നിങ്ങൾ അഹങ്കാരം നിങ്ങൾ വീട്ടിലേക്ക് മേലെ തൊട്ടല്ല കണ്ണു തലമണ ഞാൻ
സത്യേട്ടൻ അവിടെ ഒരു ഒച്ച ഉണ്ണിയുടെ ശബ്ദല്ലേ എന്ത് തിരക്കാ നിങ്ങൾ ഈ പറഞ്ഞത്? മഞ്ചല്ലേ ഈ പറഞ്ഞേ? അവിടെ ഇരിക്കട്ടോ പോലെ ഞാൻ ആ കുട്ടികളെ വിചാരിച്ചിട്ടാണല്ലോ. എന്താ പ്രശ്നം? എന്റെ മൊയ്തുക്കാതെ കണ്ടോ ഞാൻ നോക്ക്. എന്താണ് പ്ലാസ്റ്റിക് വളപ്പിലിട്ടിട്ട് കത്തിക്കുന്നതിന് പുക ശ്വസിക്കുന്ന നമ്മള് പ്ലാസ്റ്റിക്കോ? ഒന്നുമില്ല മൊയ്തു, ഞാനൊരു ലേശം മിച്ചർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു 2-3 പ്ലാസ്റ്റിക് അതിൽ കിടക്കുന്നുണ്ട്. ഞാൻ സത്യസന്ധമായിട്ട് അത് പറഞ്ഞു, ഉത്തരവുള്ളൂ. പറഞ്ഞില്ലേ അത് എന്തിനാ കത്തിക്കണത്? അല്ല, അത് പിന്നെ ഈ ചുരുട്ടി മടക്കിയിട്ടുള്ള പിന്നെ കടലാസൊക്കെയാണ്. അതിനല്ലേ കുടുംബശ്രീന്ന് സ്ത്രീകൾ വരുന്നത്. നമ്മുടെ മണ്ടോദരും പെണ്ണുങ്ങൾ ഇവിടെ വരുന്നുണ്ട്. അവരെ കൊടുത്തയച്ചാ പോരെ? അത് പറ്റില്ല, അത് പറ്റില്ല. 50 ഉറുപ്പിയുടെ പരിപാടിയുള്ളൂ. അത് കൊടുത്താ മരുന്ന് വേസ്റ്റായിട്ട് പോയി കിട്ടില്ലേ? എന്റെ വീട്ടിലുണ്ടാവുന്ന മാലിന്യങ്ങൾ മുഴുവനെ എന്റെ വീട്ടിൽ തന്നെ സംസ്കരിക്കണം എന്നുള്ള പോളിസിക്കാരനാണ് ഞാൻ. ഒരു കാര്യം പറയട്ടെ, ഈ പ്ലാസ്റ്റിക് കത്തിച്ചു കഴിഞ്ഞാൽ അത് ക്യാൻസറിന് കാരണമാവും. ഇവിടെ ഉണ്ണിന്റെ വീട്ടിൽ 3 ചെറിയ കുട്ടികളുള്ളതാ. അവരൊക്കെ ഈ ശ്വാസകോശത്തിലേക്ക് ഇതാണ് പോവുക. അത് ശ്രദ്ധിക്കണ്ടേ? ഈ അത്യാവശ്യം വിവരവും വിദ്യാഭ്യാസം ഉള്ള ആളല്ലേ? അല്ലേ? ഈ നാട്ടിലെ ആളുകൾക്ക് മുഴുവനെ ക്യാൻസർ വരുന്നത് ഈ പ്ലാസ്റ്റിക്കിന്റെ ഇത് ശ്വസിച്ചിട്ടാ? എല്ലാവർക്കും അങ്ങനെയല്ല. പ്ലാസ്റ്റിക് അത് അതിനൊരു കാരണല്ലേ? കാരണമില്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ നഗരസഭ ഓരോന്ന് ചെയ്തു വെക്കുമ്പോ അതിനനുസരിച്ച് സഹകരിക്കും നിങ്ങൾ. ഞാൻ നിങ്ങൾക്ക് വോട്ട് ചെയ്ത ആളൊക്കെ തന്നെയാണ്. അതിന് വേറെ പ്രശ്നങ്ങളൊന്നും. പക്ഷെ ഞാൻ എന്റെ വളപ്പിലിട്ടിട്ടാണ് കത്തിക്കുന്നത്. കത്തിക്കാൻ പാടില്ല. ഏക്കർ കണക്കിന് സ്ഥലം പ്ലാസ്റ്റിക് കത്തിക്കാൻ പാടില്ല. കത്തിക്കുന്നെങ്കിൽ കത്തി, ഇങ്ങോട്ട് പുക വരാൻ പാടില്ല. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ഇന്നെ വന്ന് തിരുത്തുന്നതിന് പകരം നിങ്ങൾ ഈ കോഴി വേസ്റ്റും അതുപോലെ ഹോട്ടലിലെ വേസ്റ്റും ഒക്കെ ചാക്കിൽ കെട്ടിയിട്ട് റോഡ് സൈഡിൽ കൊണ്ടുപോയി തള്ളില്ല കുറെ കള്ളന്മാര്. അവരെ പോയിട്ട് നന്നാക്കാം. അവര് ചെയ്ത പോലെ നിങ്ങൾ ചെയ്യാന്നാണോ അതിന്റെ അർത്ഥം? 2-3 ഏക്കറുണ്ട് ഈ സ്ഥലം. പിന്നെ അതിലെ കത്തിച്ചെന്താ കുഴപ്പം? സത്യത്തിൽ ശാന്തമായിട്ട് കേൾക്കി. ഈ പ്ലാസ്റ്റിക് കത്തിച്ചാൽ നിങ്ങളുടെ വീട്ടിലെ ആൾക്കാർക്കും ദോഷമാണ്. അതെന്താ മനസ്സിലാക്കാത്ത? ഒരു ദോഷമില്ല. എന്താണ് ഈ മനസ്സിലാവാത്തൊരു സാധനം. തട്ടിപ്പ് പരിപാടി. എടാ, ഈ വർഷത്തെ ഏറ്റവും മികച്ച പരിസ്ഥിതി പ്രവർത്തകനുള്ള സംസ്ഥാന അവാർഡ് മൊയ്തൂരാണ് കിട്ടിയിരിക്കുന്നത്. ഇത്രയും പ്രമുഖരായ വ്യക്തികൾ ഇവിടെ വന്ന് പറഞ്ഞൊക്കെ ചെയ്യാൻ പറ്റിയിട്ടല്ലോ, പറഞ്ഞ അനുസരിച്ചിട്ടല്ലോ. കള്ളനായ ഞാൻ ആ കുട്ടികളെ വിചാരിച്ചിട്ടാണ് എന്നെ തല്ലാത്തത്. മനസ്സിലാണ്? തല്ലിനി കിട്ടിയേക്ക് പോകുന്നുണ്ടെങ്കിൽ ഞാൻ ഇനി പോവാ വടി എടുത്ത് കൊടുത്തിട്ട് ഞാൻ ഒരു കാര്യം പറയാം. എലി പ്ലാസ്റ്റിക് ഇട്ട് കത്തിക്ക് പോലീസ് സ്റ്റേഷൻ ഒരു കമ്പനി കൊടുക്കും. ഇതുവരെ ഞാൻ ചെയ്തിട്ടാ. അന്നഞ്ച് കൊണ്ടേ കൊടുക്കണോ? ഏടെ പോന്ന് പേടിച്ചിട്ട് പേടിച്ചിട്ടല്ല നായേ. ഞാൻ പറഞ്ഞേക്ക്. മീൻ വാങ്ങാൻ പോയിട്ട് ഇവിടെ തല കറങ്ങി ഓർമ്മ ഉണ്ടെങ്കിൽ പ്രഷർ കൂട്ടിയിട്ട് ഏടാ ഈ സ്ഥലം മരങ്ങൾ കൊണ്ട് ഈ മതലിന്റെ അപ്പുറത്തേക്ക് പോകണോ? അതെ, ഒരു പുതിയ താമസക്കാരാണ്. ഒരു ഇവിടെ വന്ന് നമ്മളെ കാണണം. അതാ വേണ്ട, നമ്മൾ അങ്ങോട്ട് പോയി കാണില്ല. എന്റെ ആ ഞായൊക്കെ ഈ മനസ്സിൽ വെച്ചാൽ മതി. ഇതിപ്പോ പുതിയ ആൾക്കാരാണ്. എന്തിനിപ്പോ ഒന്നാമത്തെ അങ്ങോട്ട് വരണം വാശി പിടിക്കണേ? ഞാൻ ഇപ്പൊ ഇന്നലെ റോട്ടിൽ നിന്ന് അയാളെ കണ്ട്, അയാൾ എന്നെ നോക്കി ഒന്ന് ചിരിച്ച പോലും ഇല്ല. അറിയാം, വലിയ ആൾക്കാരാണ്. എന്താ കുട്ടികൾക്ക് ഇതുവരല്ലേ ഈ പോണേ? ബാപ്പ ഓരൊക്കെ വലിയ ആൾക്കാരാണ്. എന്തിനാ നമ്മൾ അങ്ങോട്ട് പോയി നാണം കാണാൻ നിക്കണേ? ഏടാ മൊയ്തു, വലിയോരായാലും ചെറിയോരായാലും മനുഷ്യന്മാരല്ലടാ, അല്ലേ? എന്തിനാ നമ്മളെ ആ ജാതി മനസ്സിൽ വെറും മനസ്സിൽ വെച്ച് നടക്കണേ? പറഞ്ഞ ഞങ്ങൾ കേൾക്കൂല. കേൾക്കൂല തന്നെയാണ്. ഇനിയിപ്പോ ഞാൻ എന്നോട് എന്തെങ്കിലും പറയുമ്പോ ഞാൻ കേൾക്കാണ്ടൊക്കെ എന്തെങ്കിലും പറയും. അപ്പൊ ഞാൻ ബാക്കി പറഞ്ഞുതരാം. എന്ത് പറയണ എന്നോട്? എന്ത് വയസ്സായ പേരെ കുത്തിരിക്കണം, അതാ വണ്ടി. അതെ. ഇനി അവിടെ പോയി വന്നിട്ട് ഞാൻ വരില്ല കേട്ടോ, എടുക്കാനൊന്നും. അന്നോടൊന്നും അയാൾ ചിരിച്ചു കാട്ടിയില്ല വെച്ചിട്ട് അയാളെന്താ പല്ലിന്റെ പരസ്യത്തിന് നിൽക്കുക ഒന്ന് പോയോ ഒന്ന് ചായ എടുത്തേക്ക്. അല്ല, ഈ വീട്ടില് കല്യാണം നടക്കുമെന്നാണ് ലക്ഷണം. അതെ, ആരാത്? അതിലെ അപ്പുറത്തെ വീട്ടിൽ താമസിക്കണ ആക്രി കോയാണ്. ആക്രി സാധനങ്ങളൊക്കെ എടുക്കണ ആളാണ് കോയ. അല്ല, അച്ഛൻ പറ. ഇങ്ങോട്ട് കയറലെന്ന് പറയണ പോയിട്ട്. ഞാനെങ്ങനെ ഇപ്പൊ
തുറക്കല്ലേ എന്താ ആരുമില്ലേ? എന്താണ് ഗേറ്റ് അടക്കി ഗേറ്റ് അടക്കേ. അല്ല ഞാൻ ഇപ്പൊ പോണ്ടല്ലേ. ഗേറ്റ് അടക്കി നിങ്ങള്. ഗേറ്റ് അടക്കണ. അത് അടക്കേന്ന്. എന്താണ് കാര്യം? എന്താണ്? അല്ല ഞാൻ ഇപ്പൊ അങ്ങോട്ട് പോവാ. ഞാൻ അങ്ങോട്ട് വരാ. എന്താ കാര്യം? എന്താ ചോദിച്ചാ എത്ര ദിവസമായി നിങ്ങള് ഇവിടെ വന്നിട്ട്? നിങ്ങൾ ആരെയും അങ്ങോട്ട് കാണാനില്ലല്ലോ ഒന്നും. ഇല്ലല്ലേ, ഞങ്ങൾ അങ്ങനെ പുറത്തേക്കൊന്നും ഇറങ്ങാറില്ല. എന്റെ പേര് കോയാന്നാണ്. എന്റെ വീടാണ് ആ കാണണേ. ആയിക്കോട്ടെ. എനിക്ക് പഴയ ആക്രി കച്ചവടക്കാരനാ ഞാൻ. ഇവിടെ ഒന്നുമില്ല, പഴയതൊന്നുമില്ല. അല്ല ഇപ്പൊ പണിയൊന്നുമില്ല. ഞാൻ അങ്ങനെ ഇരിക്കട്ടെ. ഞാനേ നടന്നിട്ട് കാല് കാഴ്ചിട്ട് വയ്യ. ഞാനപ്പോ നിങ്ങളൊന്ന് കാണാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അങ്ങ് വന്നാ. എന്നിട്ട് അപ്പൊ ഇത് മകനാ? ഇത് മകനാ. എന്താ പണി? അങ്ങനെ പ്രത്യേകിച്ച് ഒരു പണിയൊന്നുമില്ല. പണിയൊന്നും ആയില്ലേ? ഞാന് ആക്രി കച്ചവടമൊക്കെ ഞാൻ തുടങ്ങിയത് പറഞ്ഞാൽ എന്റെ ഒരു 9ാമത്തെ വയസ്സിൽ തുടങ്ങിയേക്കണേ. അങ്ങനെ അധ്വാനിക്കണേ. അപ്പഴേ എന്റെ ഒരു ഇതല്ലോ. നിങ്ങൾക്ക് എന്താ പണി? എനിക്ക് ഒരു പണിയില്ല. ഒരു പണിയില്ലേ? അപ്പൊ ആരപ്പ എന്റെ വാടക കൊടുക്കണേ? നിങ്ങള് കൊടുത്തോളി. ശരി. അല്ല തമാശക്കാരല്ല നിങ്ങള്. ഇതൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കി. ഇതാ കഴിഞ്ഞ വീട്ടുകാർ വന്നപ്പോ വെച്ചുണ്ടാക്കി. അവറ്റക്ക് നോട്ടൊന്നുമില്ല. കണ്ണ് കണ്ട പച്ചല പാമ്പൊക്കെ കയറും വീടിന്റെ ഉള്ളിൽ. ഇറങ്ങല്ലേ? അതൊക്കെ നേരണ്ട്. ഇക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇപ്പൊ പണിക്കൊന്നും ഞാൻ ഇപ്പൊ ഒന്നിനും പോലില്ല. അവൻ മോനപ്പോ നമുക്ക് ഇച്ചിരി തിരക്കണ്ടായി. നിങ്ങളല്ല ഇപ്പൊ രണ്ടാളും ഒരു പണിയില്ലാണ്ട് ഊത്തിരിക്കാൻ പറഞ്ഞു. പിന്നെന്തൊക്കെ തിരക്ക്? ഞാനേ നിങ്ങളിലൊന്നും ഇപ്പൊ ഒരാഴ്ചയിൽ ഇവിടെ വന്ന് താമസിക്കണം. അന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നിങ്ങളിലൊന്നും കാണാനില്ല. പുറത്തൊക്കെ കാണാനില്ല. ഞങ്ങളുടെ ആവശ്യത്തിനൊക്കെ പുറത്തേക്ക് പോകുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അത് ശരി. പിന്നെ ഞങ്ങൾ ഈ മറ്റുള്ള ആളുകളുടെ മാതിരി ഈ വീട് കൂടെ അങ്ങനെ തെണ്ടി നിരങ്ങി നടക്കുന്ന സ്വഭാവമൊന്നും ഞങ്ങൾക്ക് ഇല്ല പൊതുവെ. അത് നല്ല തന്നെയാണ്. അതിന്റെ ആവശ്യമില്ല. അല്ല എന്നാലും അയൽപക്കക്കാരെക്കാട്ടിലൊരു ബന്ധമൊക്കെ വേണല്ലോ. എന്തിനാ അതിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ നല്ല ആളുകളാണെങ്കിലൊക്കെ ഇപ്പൊ അത് വേണ്ടൂന്ന്. അല്ല വേണം. നല്ല ആൾക്കാരാണല്ലോ. ഊറിയും പെറുക്കി നടക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഈ വഴിയൊക്കെ ഉണ്ടല്ലോ, ഞങ്ങള് നാട്ടുകാരൊക്കെ പാടെ ഇറങ്ങിയിട്ടുണ്ടാക്കിയതാ. ഇതൊക്കെ ഒരു ഇടവഴിയായിരുന്നു. അപ്പൊ അതിനൊക്കെ ഒന്ന് കൂട്ടായ്മയിലൊക്കെ എല്ലാവരും ഒരു ബന്ധമൊക്കെ ഉണ്ടെങ്കിലാണ് ഇപ്പൊ ഇതൊക്കെ ഒരു നാട്ടിൽ. എല്ലാ വഴികളും മുമ്പ് ഇതേപോലെ ഇടവഴി ഇതൊക്കെ തന്നെ ആയിരുന്നു. അത് അവിടെയുള്ള ആളുകളൊക്കെ പാടെ കൂടിയിട്ട് തന്നെയാണ് പിന്നെ റോഡായത്. അതിപ്പോ ഇത്രയൊക്കെ പറയേണ്ട കാര്യമില്ലല്ലോ. അല്ല അപ്പൊ അതൊക്കെ ഒരു ബന്ധങ്ങൾ ഉണ്ടെങ്കിലൊക്കെ നല്ലതാണ് പറയാ. കേട്ടോ? അപ്പൊ നിങ്ങൾ ഇവിടെ ഇരിക്കതേ വർത്താനം പറയാ. എന്താ ഇത്ര പറയാനുള്ളത് മാഷേ? എന്താ പറയാനുള്ളത്? നിങ്ങൾ കഴിഞ്ഞ ഇതില് നിങ്ങൾ താമസിച്ച സ്ഥലത്ത് എന്താ മോനെ പെണ്ണ് കിട്ടാതെ അവിടെ പെണ്ണ് ഇങ്ങനെ മുടക്കലൊക്കെ ഉണ്ട്, കല്യാണം മുടക്കലൊക്കെ ഉണ്ട് ഇല്ലേ അവിടെ ആ ഭാഗത്ത്? അല്ല അങ്ങനെ പറഞ്ഞിട്ട് അല്ല ഇവിടെ അങ്ങനെ ഇല്ല കേട്ടോ. ഇവിടെ ഇപ്പൊ എത്ര മോശപ്പെട്ട ആൾക്കാരെ വെച്ചാലും പെണ്ണൊക്കെ കിട്ടും. അതൊന്നും കുഴപ്പമില്ല. എന്തുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നമുള്ള ആൾക്കാരൊന്നും എല്ലാം കൊണ്ടും നല്ല തന്നെ. പണി എന്തെങ്കിലും അന്വേഷിക്കണോ? ഹലോ, രണ്ടാൾക്കും ഒരു കാര്യം ചെയ്യോ? എണീക്ക്. നിങ്ങൾ പൊക്കോ. എണീക്കണോ? അച്ഛനെ ചൂടാക്കണ്ട. പരിചയപ്പെട്ടില്ലേ? കടന്നു പാട്. അല്ല ഞാൻ ഒന്നും കടന്നു പോകാൻ അങ്ങട് വർത്തമാനം പറയാൻ നിൽക്കാതെ പൊയ്ക്കോ വേഗം പൊയ്ക്കോ. ചെരുപ്പൊക്കെ കിട്ടും. പട്ടീനെ ഇവിടെ നിർത്തിയിട്ടുണ്ടല്ലോ. പിന്നെ എന്തിനാ ഈ ചങ്ങായി ഇങ്ങനെ കിടന്ന് കൊരക്കണം? നിങ്ങളെ എവിടുന്നാ വരുന്നേ? ഞങ്ങളെ ചേമ്പിലക്കാട് സുഭാഷ് ക്ലബിന്റെ വാർഷികമുണ്ട്, അതിന്റെ സംഭാവനക്ക് വന്ന. ചേമ്പിലക്കാട് പള്ളിയിലെ കത്തീവാ എന്നാ വരി. ഇങ്ങോട്ട് കറി കുത്തിയിരുന്നാളെ. ഇവിടെ ഇരുന്ന ഇവിടെ പൊടി ഉണ്ട്. ഇവിടെ ഇരുന്നാള് പൊടി ഉണ്ട്. ഇവിടെ ഇരുന്നാളെ. അപ്പൊ എന്നാ വയലല്ല, വാർഷികം. വാർഷിക? സുഭാഷ് ക്ലബിന്റെ വാർഷിക സമ്മേളനം. സുഭാഷിന്റെ? അതെ. എവിടുന്ന പെണ്ണ്? സുഭാഷ് ക്ലബ് അതിന്റെ വാർഷികാണ്.
അപ്പൊ അതിന്റെ സംഭാവനക്ക് വന്നതാ ഞങ്ങള്. ആനണ്ടാ? ആനെ ആന ഉണ്ടാവില്ലേ വെഞ്ചാമരം വീശണത് വെള്ള ഇതില്? അമ്പലത്തിന്റെ പരിപാടിയല്ല, അല്ല. അല്ല, ക്ലബിന്റെ പരിപാടി. ആനല്ല, ആനല്ലാണ്ടുള്ള ഇത് അല്ലേ? ക്ലബിന്റെ. ആയിക്കോട്ടെ. സംഭാവന വേണം. മൊയ്തേ ആ ഓൺ ഇവിടെ ഇല്ല. ഇല്ലേ? അവൻ ഡൽഹിക്ക് പോയേക്ക. ഡൽഹിക്ക? പാത്ര കച്ചവടല്ലേ? അതെയാ? ആ, ഡൽഹിന്ന് കൊണ്ടുവരാ. ആ, ഇവിടെ വീടുകളിലൊക്കെ കൊടുക്കുക, പീടികയിലൊക്കെ കൊടുക്കുക. എന്ത് പാത്രം? ഗർഭപാത്രം. അത് ഇന്ത്യന്റെ ആണ്, ഡ്യൂപ്ലിക്കേറ്റ് അല്ല, ചൈനയുടെ അല്ല. ഓനക്ക് കൊറേ കാലായില്ലേ അതിന്റെ പണി തുടങ്ങിയിട്ട്. അപ്പൊ ഇങ്ങടെ ഇതെന്നാ പറഞ്ഞ കല്യാണം? കല്യാണല്ല, വാർഷിക സമ്മേളനം. വാർഷികം? ആ, ക്ലബിന്റെ. ആ, അത് ശരി. അതിന് സംഭാവന വേണം. അതിന്റെ സംഭാവന? ആ അത് ശരി. എത്ര വെച്ച് കൊടുക്കണ്ട ആൾക്കാർക്ക്? എത്ര വെച്ചാ കൊടുക്കണേ? അല്ല കൊടുക്കാനല്ല, നമ്മള് സംഭാവന നിങ്ങളടുത്ത് പിരിപ്പിക്കാൻ വന്നാണ്. അവിടെ രണ്ടാള് കേട്ടോ, രണ്ടാൾക്കുള്ളത് മാത്രം കൊണ്ടുവന്നാ മതി. ചോറേ അല്ല ചന്താച്ചാലേ ആ നേർച്ചക്കുള്ള ചോറ് കൊണ്ടുവന്നിട്ട് ബനു ഒരു ലേശം തിന്ന് പോയിട്ട് ഇക്കും വയറെന്ന് അറിഞ്ഞിട്ട് വീടുകളിലൊക്കെ എന്നെ കൊണ്ട് കൊടുത്തയച്ച് ഞാൻ കൊണ്ട് ഇറക്കുക. ഇവിടെ ഒക്കെ പഞ്ഞ് വേണ്ട, ഇറച്ചി കൂട്ടണ്ട. ഇക്ക അല്ല, ഇക്ക ഇവിടെ വേറെ ആരും ഇല്ലേ? മൊയ്തുണ്ട്, ഓൻ KCB-ക്ക് പോയേക്ക. ഡൽഹിക്ക് പോയി എന്ന് പറഞ്ഞേ. എന്നോട് ചോദിക്കാണ്ട് ഡൽഹിക്കും പോയോ? അല്ല, നിങ്ങള് സുഭാഷ് ക്ലബിന്റെ വാർഷികത്തിന്റെ പിരിവിന് വന്നല്ലേ അല്ലേ? അതെ. അപ്പൊ അത് പിരിവ് വേണ്ട നിങ്ങക്ക്? ആ വേണം. ആ, അതിപ്പോ എത്ര നിങ്ങൾ ഉദ്ദേശിക്കണേ? അതിപ്പോ നിങ്ങൾ തന്നെ എഴുതിക്കോ. അതെ, ഇഷ്ടമുള്ളൊരു സംഖ്യ നല്ല ഒരു സംഖ്യ തന്നാ മതി. അതെ, അത് എന്നപ്പോ ഒരു 5000 ഉറുപ്പ്യ എഴുതാ. അതിൽ കൂടുതലൊന്നും ഇപ്പൊ എന്റെ തരാനില്ല. മതി മതി. ആയൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ അതിനൊന്നും ഉള്ളതില്ല. അതുകൊണ്ടാണ് കേട്ടോ. പിള്ളേലൊക്കെ തൃപ്തിപ്പെടാനുള്ളപ്പൊക്കെ കൊടുത്തിരുന്ന തന്നെയാണ്. ആയിക്കോട്ടെ. ഇപ്പൊ ഇല്ലാത്തോണ്ടാ. അല്ല, 5000ന്റെ പകുതി ഉള്ളല്ലോ. പകുതി മതിയോ? അതായാലും മതി. ഇല്ലെങ്കിൽ പിന്നെ എന്താ? അത് മതിയില്ലേ? പകുതി ഉള്ളല്ലോ കേട്ടോ. ഉണ്ടെങ്കിൽ തന്നിരുന്ന് ആശുപത്രിയിലൊക്കെ പോവാനുള്ളതാണ്. അത് നിങ്ങൾ വെച്ചോളി, ഇത് ഞാൻ വെക്കാം. അതിന് ട്രൗസർ ഇല്ല. അപ്പൊ ഞങ്ങള് അത് നിങ്ങൾ എടുത്തോളി കേട്ടോ. ആരാണ്? ആരാവര്? ദാ മൊയ്ത് വന്നല്ലോ. നിങ്ങളൊരു സംഭാവനക്ക് വന്ന സുഭാഷ് ക്ലബിന്റെ വാർഷികമുണ്ട്, അതിന്റെ ഒരു സംഭാവനക്ക് വന്ന അപ്പൊ ആ റെസീറ്റ് കീറി. എന്ത് പണി ഞങ്ങൾ കാണിച്ചേ? അവര് സുഭാഷിന്റെ കല്യാണം വിളിക്കാൻ വന്ന. ഇതിന് കല്യാണ കഥ കീറുക? ആരാ കീറി? ആരാ കീറിയെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതെ, സുഖമില്ലാത്ത ആളാണ്. ഉപ്പര് 19 വായിക്കണം. അറിയില്ല, നമ്മളറിയില്ല. അതെ, ഞാൻ പറമ്പിൽ വെച്ച് പണിയിലേനി. ഇത് എന്തിന്റെ സംഭാവനയാണ്? ഇത് സുഭാഷ് ക്ലബിന്റെ വാർഷികമാണ്, അതിനു വേണ്ടിയുള്ള സംഭാവനയാണ്. അതെ, ഇവിടെ ഒന്നും ഉണ്ടാവില്ല. അപ്പോ എന്താ അറിയോ, ഈ പരിചാരക പെൻഷൻ തന്നെ കിട്ടിയില്ല. എനിക്ക് കിട്ടണ്ടാണേ. മൂപ്പർക്ക് കുറെ മരുന്നൊക്കെ മേടിക്കാണ്ട് അതിനൊന്നും കായില്ല ഇപ്പൊ അവിടെ. അപ്പൊ വയ്യാത്ത അറിയില്ല. ഉണ്ടെങ്കിൽ തരേനി. പെൻഷൻ കിട്ടിയാ എന്തെങ്കിലും തരേ. പോയിക്കോളൂട്ടാ. ആയിക്കോട്ടെ. നിങ്ങൾ എത്ര ഭാവന കൊടുക്കണേ? ആ മുണ്ടെടുത്ത് കുടിക്കി. മുണ്ടാരായിക്കാൻ പറഞ്ഞേ. ആ മുണ്ട് കുടിക്കി. എന്താണ് കൊടുക്കി? നിങ്ങള് ചോറും കൂടെ കൊണ്ടുവരോ? സമയം കാണും.
ഹലോ ഹലോ ഇപ്പൊ കേക്കണ്ട ഞാൻ സുഗതനാണേ പ്യാരിജാതന്റെ അച്ഛൻ. ലോട്ടറി വിൽക്കണതല്ല, അത് ദേവരാജനല്ലേ, ഇത് പ്യാരിജാതൻ. ഈ കയ്യിനും കാലിനും ശേഷിയില്ലാണ്ട് വീട്ടിലിങ്ങനെ ഇരിക്കുന്ന സമയത്ത് വെള്ളപ്പൊക്കം വന്ന അതിൽ ഒലിച്ചു പോയിട്ട് നാട്ടുകാരെല്ലാവരും കൂടി രക്ഷപ്പെടുത്തി പ്യാരിജാതല്ലേ അവന്റെ അച്ഛൻ. അവിടെ പോയി അന്വേഷിക്കണം. ആ ശരി ശരി. പ്യാരി പ്യാരിയെ അയ്യോ എന്തും പിടക പിടിക്ക എനിക്ക് നീ എന്തിനാണ് ഇങ്ങോട്ട് വന്ന് എടാ ഇങ്ങനെ വീണത് തലയും കുത്തിയ വീണ് വെള്ളം കുടിച്ച ചത്തൂല്ലേ? തേകാണ്ട് എടാ മോനെ ഗുളിക കഴിച്ചില്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് തല കറങ്ങുന്ന അറിയില്ലേ? പിന്നെ എന്തിനാ ഈ പുറത്തിറങ്ങി നടക്കണേ? ഗുളിക തീർന്നത് കാശുമില്ലല്ലോ മോനെ, ഇനി ഗുളിക മേടിക്കാൻ ഇപ്പൊ എന്താ ചെയ്യാ? എന്റെ പൈസ ഇട്ടില്ല, എന്റെ പെൻഷന്റെ പൈസ ഇട്ടില്ലേ? എടാ നിന്റെ മാത്രല്ല, നിന്നെ പോലെ വയ്യാത്ത ആർക്കും പൈസ കിട്ടിയിട്ടില്ല. ഞാനിപ്പോ ആ കുമാരനെ വിളിച്ചു വെച്ചു, അവന്റെ മകന് പൈസ വന്നോന്ന് ഇല്ലാന്നാ പറയണ്. എന്റെ പെൻഷന്റെ പൈസ അവരെടുത്താ? എന്റെ പൈസ അവരെടുത്താ? ആരെടുക്കണ്? പെൻഷന്റെ പൈസ എടുത്താ അവര്. ഈണീച്ച എന്റെ പൈസ എടുത്താ ഞാൻ അവരെ പക്കിയാൻ കുത്തിക്കുന്നു. ആദ്യം സ്വന്തമായിട്ട് നിക്കാൻ പഠിക്കും, എന്നിട്ടല്ലേ വല്ലോന്റെ പള്ളക്ക് കുത്തല്. നീക്കവിടുന്ന്. അതെ അച്ഛനെ സാമൂഹ്യക്ഷേമ മിഷനിൽ പോയിട്ടേ പെൻഷൻ വന്നൊന്നും നോക്കട്ടെ. എന്റെ പൈസ അച്ഛൻ പോയി നോക്കിട്ട് വരാം. അതുവരെ ഇത് പുറത്തൊന്നും ഇറങ്ങാണ്ട് അകത്തിരിക്കണട്ടാ. തേങ്ങ അച്ഛൻ പിന്നെ വന്നിരിക്കാം. നടക്ക. എന്റെ പൈസ നടക്കും. കോയക്കാ വിളിക്കാ? കഴിക്കാം. എന്നാ കഴിക്ക് കഴിക്ക്. എന്താ ബനിയ കഴിക്ക്. ബനിയ കഴിക്കാൻ? എന്താ ചോറ് കഴിക്കാൻ? ചോറ് കഴിക്കുമ്പോ എന്താ ബനിയ? ചോറ് കഴിക്കാൻ പോടെ ഇവിടെ. പിന്നെ കുളിച്ചിട്ടാണ് ചോറ് കഴിക്കാം. എന്താ കാട്ടുന്നത്? ഉണ്ണിയെ ശാരദേച്ചിയോ? എന്നെന്താ കുടുംബശ്രീണ്ടാ? ആരെയാ പറയുന്നത്? അത് ഉണ്ണിയാണ്. ഉസ്മാൻ കായുടെ മോനല്ലേ? അതെ ഇല്ല പറഞ്ഞേക്ക്. ആ ഡിമെൻഷൻ എന്ന് പറഞ്ഞ സൂക്കേട് കുറച്ച് കൂടുതലാപ്പോ. അതുകൊണ്ട് ഈ പരസ്പര വിരുദ്ധമായിട്ട് സംസാരിക്കുക, ഓർമ്മക്കുറവൊക്കെ ഉണ്ട്. ആ സാധനം കൂടി കൊണ്ട് എന്റെ അച്ഛന്റെ പേര് മാറ്റില്ല. എന്തല്ലാന്ന്? ചോറ് കഴിക്കാ? ഓൻ ചോറ് കഴിക്കാൻ വന്നല്ല, ചിട്ടിന്റെ പൈസ പഠിക്കാൻ വന്നല്ലേ? ഒരു കാര്യം ഞാൻ ചവിട്ടും കൊണ്ടൊക്കെ അടി കൊടുക്കും ഞാൻ. എന്റെ അച്ഛന്റെ ഒന്ന് അടങ്ങി സൂക്കേടുള്ള മനുഷ്യനല്ലേ എന്റെ അച്ഛന്റെ പേര് മാറ്റില്ല വേണ്ടില്ല. എന്തൊക്കെ കോയക്കാ കാണിക്കണേ? എന്താ മൊയ്തൂനെ എന്താ ഇത്? പാട്ടല്ലേ, പ്ലാസ്റ്റിക്കിന്റെ പാട്ടല്ലേ? പാട്ടല്ലേ? അതിന് പകരം പിക്കാസോ കൈക്കോട്ടോ എന്റെ ബേക്കറികൾ ഞാൻ തീർന്നോടാ. അതൊന്നും മൂപ്പര് ചെയ്യൂല. പറയണേ? ഇവർ എത്ര കാലമായി ഞാൻ മൂപ്പരെ കൂടെ, എന്നെ അതുവരെ ഒന്നും കാട്ടിയില്ലല്ലോ. ഇനി സമയമുണ്ട്. ഉണ്ണിയെ ഒരു കാര്യം ഞാൻ പറയാം. ഇത് എന്താ പറയണേ? മോദൂനൊന്നും പറഞ്ഞില്ല. ഓന്റെ ഡ്രസ് ഓനെ എവിടെയൊക്കെ പോകണം, കുപ്പായൊക്കെ നനച്ചില്ല നിങ്ങള്? ചോറ് കഴിക്കാ? എറിയാൻ പിടിക്കാനുള്ള അതോടെ വെക്കി. ഓൻ ചോറുന്നാ വന്നല്ല അവിടെ. ഒരു കാര്യം ഞാൻ പറയാം. ആ പൈസ ഇങ്ങോട്ട് എടുക്ക് പോട്ടെ. ഉണ്ണിയെ കൈമില് കായില്ല. പിന്നെ എന്തിനു കൂടി നീ? ഞാൻ പറഞ്ഞ കേക്ക് പെൻഷൻ കിട്ടിയില്ല. ഞാൻ ഇന്നലെ മിഞ്ഞാന്നൊക്കെ പോയി കണ്ടത് ഓഫീസിൽ പോയിട്ട്. പെൻഷൻ എത്തിയില്ലെങ്കിൽ ഇത് എനിക്ക് തരാൻ പറ്റുമോ? ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ ഈ വീട്ടിലേക്ക് ഞാൻ വരൂല. ആ ഗേറ്റിന്റെ അപ്പുറം അവിടെ ആളെ കൊണ്ടുതരാം. ഞാൻ അങ്ങോട്ട് കൊണ്ടുതരാം. ബിരിയാണി കഴിക്കാ? ബിരിയാണി അല്ല, ഭാര്യയാണ് വിൽക്കുന്നത്. എന്നെ കൂടെ പൊയ്ക്കോ ചെല്ല്. ചിട്ടി കൂടെ ആവശ്യമില്ല. പൈസ കൃത്യമായിട്ട് കിട്ടണം, അല്ലാണ്ടാവൂല. എന്ത് പണിയാണ് നിങ്ങൾ കാണിച്ചേ?
ഗുഡ് മോർണിംഗ്. ഇന്ന് ലേറ്റ് ആണല്ലോ പതിവ് പോലെ. എന്ത് പറയാൻ മാഡം, രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി നടന്നു വരുന്ന വഴിയിൽ ചെരുപ്പ് പൊട്ടി. എൻ്റെ ചെരുപ്പ് പൊട്ടി. പിന്നാട് അവിടെ ഒരു ആളിരിപ്പുണ്ട്, അയാളെ കൊടുത്ത് റിപ്പയർ ചെയ്യാൻ കൊടുത്തപ്പോൾ അയാൾ 2-3 ചെരുപ്പ് വേറെ ചെയ്തിട്ടേ ചെയ്യുള്ളൂ. അങ്ങനെ ഒരു 15 to 20 minutes അങ്ങനെ പോയി. അത് കഴിഞ്ഞിട്ട് നിന്നപ്പോൾ ലൈല വരാൻ ലേറ്റായി. മോശമാണേ, എൻ്റെ നാട്ടുകാരൊക്കെ എന്തെങ്കിലുമൊക്കെ പറയും. ഷെരീഫ് സാർ, നിങ്ങൾ എന്നെ വിചാരിച്ചാൽ നിങ്ങൾ ബസ്സിനല്ലേ വരണേ? ബസ്സിന് നിങ്ങൾ വെയിറ്റ് ചെയ്യാറില്ലേ? ബസ്സായിരുന്നു. ഞാൻ പറഞ്ഞത് ഒന്നീ ലൈല അല്ലെങ്കിൽ പ്രജുഷ അല്ലെങ്കിൽ മഞ്ജുഷ. പെണ്ണുങ്ങളുടെ പേരുള്ളതിലേ വരുള്ളൂ. ആണുങ്ങളുടെ പേരിലുള്ള ബസ് വന്നാളെ ഞാൻ അതിൽ കയറാം. അത് ഇല്ലാതെ ഇപ്പം ഞാൻ എന്ത് ചെയ്യും? അതെ മാഡം, ഇന്ന് തേങ്ങാ ചമ്മന്തി കൊണ്ടുവന്നിട്ടുണ്ടേ? തേങ്ങ ഇല്ലായിരുന്നു ഇന്ന് വീട്ടില്, അതുകൊണ്ട് ഓംലെറ്റ് ആക്കി. അശ്ശോ, ഞാൻ തൈര് കൊണ്ടുവന്നു. ഞാൻ നിങ്ങൾ ചമ്മന്തി കൊണ്ടുവരുന്ന വെച്ചാൽ തൈരും ചമ്മന്തി എല്ലാം കൂടി കൂട്ടിയിട്ട് പിന്നെ എൻ്റെ വൈഫ് വെണ്ടയ്ക്ക കൊണ്ടാട്ടം ഉണ്ടാക്കി തന്നിട്ടുണ്ട് കേട്ടോ. കൊണ്ടാട്ടം ഉണ്ടാക്കുമ്പോൾ കുറച്ച് ചമ്മന്തി കൂടെ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല, നമ്മളെ പ്രശ്നവും തേങ്ങയില്ല. ഇവിടെ എന്റെ കായ് കിട്ടിയില്ലേ? കായ് എന്ന് പറഞ്ഞ പൈസ. അതായത് ഞാൻ കഴിഞ്ഞ 6 വർഷമായിട്ടേ ഇങ്ങനെ കിടപ്പിലായ കോയ എന്ന് പറഞ്ഞ രോഗീനെ പരിചരിക്കുന്ന ആളാണ്. അപ്പൊ അതിനൊരു 600 റുപ്യ നമുക്ക് മാസത്തിൽ കിട്ടുമല്ലോ. അത് കിട്ടില്ല. അത് ഇപ്പൊ ഒരു ഗവൺമെന്റിൽ നിന്നുള്ള മിസ്റ്റേക്ക്. അത് എല്ലാ പെൻഷൻകാർക്കും ഒരു 2-3 മാസം പെൻഡിങ് ഉണ്ട്. അത് ഒരുമിച്ച് കിട്ടിക്കോളും, കുഴപ്പമില്ല. ഇതിപ്പോ നമ്മൾ 600 റുപ്യ ഉള്ളു മാസത്തിൽ. 6000 റുപ്യ 60,000 റുപ്യ ചോദിക്കുന്നില്ലല്ലോ. സാറിനെ കണ്ടാ മതി കേട്ടോ. ഇതൊന്ന് ഡീൽ ചെയ്തേക്കണേ. അല്ല, നിങ്ങൾ ആ ചെയർ എവിടെ ഇത്? അത് ആ മാഡത്തിന്റെ അവിടുത്തെ ചെയറാണ്. എന്റെ ഇവിടെ സംസാരിക്കാനുള്ള ചെയർ ഇവിടെ ഉണ്ടല്ലോ. നിങ്ങൾ അത് ഇട്ടിട്ട് സംസാരിക്കും. എന്താ നിങ്ങളെ പ്രശ്നം? ഞാൻ പരിചാരകനാണ്. എന്താ പരിചാരക? പറയൂ, നിങ്ങളുടെ പ്രോബ്ലം പറയൂ. പരിചാരകന്റെ പേരല്ല. പിന്നെ നിങ്ങൾ പറഞ്ഞു ഞാൻ സുഖമില്ലാത്ത ഒരാളെ നോക്കുന്ന പരിചാരകനാ. കെയർ ടേക്കർ ആണ് നിങ്ങൾ അല്ലേ? അത് പറയൂ. ഇനിയിപ്പോ എന്താ പ്രശ്നം? ഈ നോക്കണേല് 600 റുപ്യ തോതിൽ കിട്ടല്ലേ മാസത്തിലേ? കഴിഞ്ഞ 6 കൊല്ലമായിട്ട് ഞാൻ നോക്കണ മൂപ്പരെ. അതെ അല്ലേ? ഇപ്പൊ ഒരു 2-3 മാസമായിട്ട് ഈ 600 റുപ്യ കിട്ടുന്നില്ല. എന്റെ പേര് പറഞ്ഞേ? പേര് കോയ. അപ്പൊ കോയാൻ. ഞാൻ കോയല്ല. പിന്നെ നിങ്ങളല്ല ഇപ്പൊ പറഞ്ഞ കോയാണ്? അത് കിടക്കുന്ന ആള്. ഞാൻ മൊയ്തു. ശരി, നിങ്ങൾ മൊയ്തു. മൊയ്തു അല്ല, മൊയ്തു ആണ്. അന്ന മൊയ്തു. മൊയ്തു, നിങ്ങൾ ഒരു കാര്യം ചെയ്യും. നിങ്ങൾ ഇവിടെ ഇരുന്ന് വെറുതെ സംസാരിച്ചിട്ട് കാര്യമില്ല. ഞങ്ങളുടെ ഡയറക്ടർ സാർ അപ്പുറത്തുണ്ട്. എവിടെ? അപ്പുറത്ത് പോകുമ്പോ അവിടെ ഒരു ക്യാബിൻ ഉണ്ട്. ഡയറക്ടർ സാർ സത്യശീലൻ സാറാ. നിങ്ങൾ സാറിനെ പോയി കാണും. സാറ് തരുമോ? സാറ് തരും. അതിനുള്ള കാര്യം സാറ് പറയും. നേരെ ഇടിച്ചു ചെന്ന് റൂമിൽ കയറില്ല. അവിടെ നിങ്ങൾ വെയിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ വിളിച്ചോളും കേട്ടോ. പിന്നെ കുറച്ച് ആൾക്കാർ തിരക്കുണ്ട്. താഴെ നമ്മൾ അറമ്പുകൊണ്ട് ഒരാളുടെ ടീ ഷോപ്പ് ഉണ്ട്. അവിടെ പോയി നല്ല സുഖിയനും നല്ല ടീ, ഒരു ടീ കടിച്ചിട്ട് വാ. ചായ ഒന്നും ഇപ്പൊ വേണ്ട സാറേ, കായ് കിട്ടിയിട്ട് അപ്പോഴത്തേക്കും സാറ് ഫ്രീ ആവും. ഞാൻ നിന്നോളാം. ശരി, എന്നാ നിന്നു. സുമിത്ര മാഡം, നിങ്ങൾ എന്താണ് കാണിക്കുന്നത്? ഈ കാശ് കിട്ടാനുള്ള ആൾക്കാർ വരുമ്പോൾ നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് ഡയറക്റ്റ് ചെയ്ത് വിടുന്നേ? നേരെ സാറിന്റെ അടുത്തോട്ട് വിട്ടാൽ പോരാ? അതിപ്പോ സാറിനായാലും ചെയ്യാലോ. എന്തിനാ അതിന്റെ കാര്യം? നിങ്ങൾ എറണാകുളത്ത് പോലുള്ള ആളിനെ പാലക്കാട് പോയിട്ട് പിന്നെ എറണാകുളത്തേക്ക് വരാൻ പറയണ്ട, ഡയറക്റ്റ് എറണാകുളത്തേക്ക് വിടണം. എന്റെ സാറ് ലേറ്റ് ആയിട്ട് വന്നിട്ട് വെറുതെ വഴക്കുണ്ടാക്കാൻ നിൽക്കല്ലേ? ഞാൻ ലേറ്റ് ആവുന്നതാണ് നിങ്ങളുടെ പ്രോബ്ലം അല്ലേ? ഉച്ചയ്ക്ക് ചോറിനാ വേണം, വെണ്ടയ്ക്ക കൊണ്ടാട്ടം തരില്ല. എനിക്ക് വേണ്ട. മനം അടിക്കുമ്പോ ചോദിക്കല്ലേ. നമസ്കാരം. നമസ്കാരം, ഇരിക്കും. എന്താണ്? എന്റെ മോൻ പ്യാരിജാതനെ ഇപ്പൊ ഒരു 3-4 മാസമായിട്ട് പൈസ ഒന്നും കിട്ടുന്നില്ല. എന്ത് ചെയ്യുന്നു പ്യാരിജാതൻ? അവൻ ഒരു അംഗപരിമിതനാണേ. ഇത് ഹാൻഡിക്യാപ്ഡ്? അതെ. അപ്പൊ ഈ കഴിഞ്ഞ പ്രാവശ്യം ഈ വെള്ളപ്പൊക്കം വന്നപ്പോ അതിലെന്റെ കുട്ടി ഒലിച്ചുപോയി. എന്നിട്ടൊരു പാറയിൽ ചെന്ന് തങ്ങിയിട്ട് നാട്ടുകാരെല്ലാരും കൂട്ടിയിട്ട് രക്ഷപ്പെടുത്തി കൊടുത്തത്. അപ്പൊ ഈ പ്രകൃതി ദുരന്തത്തിൽ പെട്ടിട്ടുള്ള അംഗവൈകല്യമുള്ളവർക്ക് സർക്കാരിന് മാസം മാസം ധനസഹായം ഉണ്ടല്ലോ. അതൊരു 3-4 മാസമായിട്ട് കിട്ടുന്നില്ല. അല്ല, അത് തന്നെ. അത് നമ്മുടെ ആയിരിക്കുന്ന മാഡം ഇല്ലേ, മാഡത്തിനോട് പറഞ്ഞ മാഡമാണ് കുറച്ചുകൂടെ അതിന്റെ കാര്യങ്ങൾ പറഞ്ഞു തരും. നമസ്കാരം മാഡം, എന്റെ പേര് സുഗതൻ. ഞാൻ കേട്ടു. എന്റെ മോൻ പ്യാരിജാതനൊരു അംഗപരിമിതനാണ്. ഞാൻ കേട്ടു. അവനിപ്പോ 35 വയസ്സായി. അത് ഞാൻ കേട്ടു.
അല്ല അത് ഞാൻ പറഞ്ഞിട്ടില്ല. അല്ല വയ്യാത്ത കാര്യം പറഞ്ഞല്ലേ? വയ്യാത്ത കാര്യം പറഞ്ഞു, അവന്റെ പ്രായം ഞാൻ പറഞ്ഞു സാർ. ഇവിടെ ഞാൻ ചോദിച്ചില്ലല്ലോ. ഇല്ല, അത് പറഞ്ഞിട്ടില്ല. അച്ഛനൊരു കാര്യം ചെയ്താൽ മതി, അകത്ത് സാർ ഇരിപ്പുണ്ട്, ഡയറക്ടർ സാർ ഇരിപ്പുണ്ട്. വേറെ സാർ? ആ സാറുണ്ട്, സാറിനെ പോയി കണ്ടാൽ മതി കേട്ടോ. പിന്നെ ഇടിച്ചു കയറി ചെല്ലണ്ട, ഇതിന് മുമ്പ് വന്നവരോട് വെയിറ്റ് ചെയ്യുന്നുണ്ട് പുറത്ത്. അപ്പൊ അവിടെ നിന്നാ മതി, സാറ് വിളിക്കുമ്പോ അകത്ത് കയറി കണ്ടാൽ മതി. സാറ് പൈസ തരൂല്ലേ? സാറിനെ കണ്ടാൽ മതി, അതുവഴി പോയാൽ മതി കേട്ടോ. ഹലോ, നിങ്ങളെ സാറിന് നല്ല തിരക്കുണ്ട് അവിടെ. അതെ. അപ്പോ കുറച്ച് സമയം വെയിറ്റ് ചെയ്യണമല്ലോ. താഴെ അറുമുഖൻ എന്ന് പറഞ്ഞ ഒരാളിന് നല്ല ടീ ഷോപ്പ് ഉണ്ട്. അവിടെ നല്ല ടീം, നല്ല മസാല ബോണ്ട ഉണ്ട്. ഒന്ന് കഴിച്ചിട്ട് വാ. അതെ. സാറിന്റെ പേരെന്താ? മന്മഥൻ. മന്മഥൻ സാർ പൈസ തരുന്നു പറഞ്ഞാൽ മതിയില്ലേ? ശരി. അല്ല, അത് ടീ ഷോപ്പ് ഇന്ന് തുറന്നിട്ടില്ല, ഞാൻ ഇപ്പഴാ ഓർത്തെ. ഇന്ന് അവധിയാ. അവിടെ സാറിന് വെയിറ്റ് ചെയ്യും. പൊക്കോളൂ. എറണാകുളം പോയേണ്ട ആളിനെ പാലക്കാട് വിട്ടിട്ട് അവിടെ നിന്ന് എന്തിനാ എറണാകുളത്തേക്ക് വിടണേ? നേരെ എറണാകുളത്തേക്ക് വിട്ടാ പോരെ? വെണ്ടയ്ക്ക കൊണ്ടാട്ടം തരാനാ? വേണ്ട, കുറച്ച് തന്നെ തിന്നാ മതി.